എല്ലാവർക്കും ലേൺ വിത്ത് അഞ്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ച് കുറച്ച് PYQ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ദേവദാസൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? ദേവദാസൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്ന് കേരള ചരിത്രം വിശേഷിപ്പിക്കുന്ന നവോത്ഥാന നായകൻ ആര്? അതും ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അപ്പോൾ ദേവദാസൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകന് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്ന് കേരള ചരിത്രം വിശേഷിപ്പിക്കുന്ന നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇനി നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ 1805 ഫെബ്രുവരി 10 ഫെബ്രുവരി 10 ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിക്കുന്നത്. കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്ന് വിശേഷണമുള്ളത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയ്ക്കാണ്. ദേവദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ദേവദാസൻ എന്നറിയപ്പെടുന്നു. ആദ്യത്തെ കേരളീയ വികാരി ജനറലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ആദ്യത്തെ കേരളീയ വികാരി ജനറലാണ് അദ്ദേഹം. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നു. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ, ദേവദാസൻ, ആദ്യത്തെ കേരളീയ വികാരി ജനറൽ, കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നു, അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നതൊക്കെ ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനും അദ്ദേഹമാണ്. പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ. അതുപോലെ കേരളത്തിലെ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനും അദ്ദേഹമാണ്. കേരളത്തിൽ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നു. പള്ളിക്കൊരു പള്ളിക്കൂടം. കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന നാമം ലഭിച്ചത് ഈ പദ്ധതിയിലൂടെയാണ്. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അതിലൂടെയാണ് കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന് പറയുന്ന ഒരു നാമം വരുന്നത്. പെൺകുട്ടികൾക്കായി ആദ്യ ബോർഡിംഗ് സ്കൂളൊക്കെ അദ്ദേഹം കൂനമാവ് എന്ന സ്ഥലത്ത് ആരംഭിച്ചു. പെൺകുട്ടികൾക്കായി ആദ്യത്തെ ബോർഡിംഗ് സ്കൂൾ ആരംഭിച്ച അദ്ദേഹമാണ്. എവിടെയാണ് സ്ഥാപിച്ചത്? കൂനമാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ അദ്ദേഹം ഇതിന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയുടെയൊക്കെ ആദ്യ സംസ്കൃത സ്കൂളുകളൊക്കെ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. മാന്നാനം, കൂനമാവ് എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സംസ്കൃത സ്കൂളുകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. വിദേശീയരുടെ സഹായമില്ലാതെ കോട്ടയത്തെ അച്ചടിശാല സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകിയ വ്യക്തിയും ഇദ്ദേഹമാണ്. വിദേശീയരുടെ സഹായമില്ലാതെ കോട്ടയത്തെ അച്ചടിശാല സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകി. അദ്ദേഹം മാന്നാനത്ത് സ്ഥാപിച്ച പ്രസ്സിന്റെ പേരെന്താണ്? സെന്റ് ജോസഫ് പ്രസ് എന്നാണ്. കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സാണ് സെന്റ് ജോസഫ് പ്രസ്. 1846 നിലവിൽ വരുന്നത്. സെന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാണ്? ജ്ഞാനപീയൂഷം. ഏതാണ്? ജ്ഞാനപീയൂഷം എന്ന് പറയുന്ന പുസ്തകമാണ് ആദ്യമായിട്ട് അച്ചടിക്കുന്നത്. അതുപോലെ കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് CMI അതിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാലും കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയായിട്ട് കരുതപ്പെടുന്നതാണ് CMI അഥവാ കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. അതുപോലെ അമലോത്സവ ദാസസംഘം സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. അമലോത്സവ ദാസസംഘം സ്ഥാപിച്ചതും കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ 1805 ഫെബ്രുവരി 10 ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ് ജനിക്കുന്നത്. കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നു. അതുപോലെ ദേവദാസൻ എന്നറിയപ്പെടുന്നു. ആദ്യത്തെ കേരളീയ വികാരി ജനറലാണ് അദ്ദേഹം. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ്, അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നു. പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ അദ്ദേഹമാണ്. അതുപോലെ ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച ചരിത്രപ്രസിദ്ധമായ പള്ളി ഏതാണെന്ന് ചോദിച്ചാൽ ആർത്തുങ്കല പള്ളിയാണ്. അദ്ദേഹം കത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂളുകളൊക്കെ സ്ഥാപിക്കുന്നത് മാന്നാനം, കൂനമാവ് എന്നിവിടങ്ങളിലാണ്. കേരളത്തിൽ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി. ചാവറയച്ചൻ സ്ഥാപിച്ച ആദ്യ സെമിനാരി സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അതും മാന്നാനത്താണ് കേട്ടോ. മാന്നാനത്താണ് ചാവറയച്ചൻ സ്ഥാപിച്ച ആദ്യ സെമിനാരി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മാന്നാനത്താണ്. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നു. കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന നാമം ലഭിച്ചത് ഈ പദ്ധതിയിലൂടെയാണ്. അതുപോലെ കൂനമാവ് എന്ന് പറയുന്ന സ്ഥലത്ത് പെൺകുട്ടികൾക്കായി ആദ്യ ബോർഡിംഗ് സ്കൂളൊക്കെ അദ്ദേഹം ആരംഭിച്ചു. വിദേശീയരുടെ സഹായമില്ലാതെ കോട്ടയത്ത് ഒരു അച്ചടിശാല അദ്ദേഹം സ്ഥാപിച്ചു. എവിടെയാണ്? മാന്നാനം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. അതിന്റെ പേരെന്താണ്? പ്രസ്സിന്റെ പേര് സെന്റ് ജോസഫ് പ്രസ്. കേരളത്തിലെ തന്നെ മൂന്നാമത്തെ പ്രസ്സാണ് സെന്റ് ജോസഫ് പ്രസ്. അവിടെ അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാണ്? ജ്ഞാനപീയൂഷമാണ്. CMIയുടെ സ്ഥാപകനാരാണ്? CMI സഭയുടെ സ്ഥാപകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. 1831 സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയായി കരുതപ്പെടുന്നത് CMI ആണ്. CMI സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറലും ഇദ്ദേഹമാണ് കേട്ടോ. അതുപോലെ അമലോത്സവ ദാസസംഘം സ്ഥാപിക്കുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ദേവദാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്ന് കേരള ചരിത്രം വിശേഷിപ്പിക്കുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.
സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ച വർഷം. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ച വർഷം ഏതാണ്? 1892 എന്നാണ്. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിക്കുന്നത്. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതി. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ്? നവമഞ്ജരി. ഏതാണ്? നവമഞ്ജരി. അപ്പൊ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ച വർഷം 1892. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ്? നവമഞ്ജരിയാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. ചട്ടമ്പി സ്വാമികളെ 1853 ഓഗസ്റ്റ് മാസം 25 തിരുവനന്തപുരത്തെ കണ്ണമ്മൂല അഥവാ കൊല്ലൂര് ആണ് അദ്ദേഹം ജനിക്കുന്നത്. 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരത്തെ കണ്ണമ്മൂല എന്ന് പറയുന്ന സ്ഥലത്ത് അഥവാ കൊല്ലൂര് ആണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടുപേര് ഉള്ളൂർക്കോട് വീട് എന്നാണ്. എന്താണ്? ഉള്ളൂർക്കോട് വീട്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ്. എന്താണ്? അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം ചോദിച്ചാൽ കുഞ്ഞൻ പിള്ളയാണ്. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള, യഥാർത്ഥ നാമം എന്താണ്? അയ്യപ്പൻ എന്നാണ്. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരത്തെ കണ്ണമ്മൂല കൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ. ഉള്ളൂർക്കോട് വീട് എന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേര്. എന്നാണ് ജനിക്കുന്നത്? 1853 ഓഗസ്റ്റ് 25 അദ്ദേഹം ജനിക്കുന്നത്. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആദ്യകാല ഗുരു ആരാണെന്ന് ചോദിച്ചാൽ പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. ആരാണ്? പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് ആദ്യകാല ഗുരു. പക്ഷെ പ്രധാന ഗുരു ആരാണെന്ന് ചോദിച്ചാൽ അത് തൈക്കാടയ്യ സ്വാമികളാണ്. ആരാണ്? തൈക്കാടയ്യ സ്വാമികളാണ്. അദ്ദേഹത്തിന് വേദോപനിഷത്തുകളിലൂടെയും യോഗവിദ്യയിലും അതുപോലെ സംസ്കൃതത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ അത് സുബ്ബജടാപാടികളാണ്. അദ്ദേഹത്തിന്റെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ, പ്രധാന ഗുരു തൈക്കാടയ്യ സ്വാമികൾ, സംസ്കൃതം, വേദോപനിഷത്ത്, യോഗവിദ്യയൊക്കെ പഠിപ്പിക്കുന്നത് ആരാണ്? സുബ്ബജടാപാടികളും ആയിരുന്നു. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ചത് എവിടെ വെച്ചാണ്? വടിവീശ്വരത്ത് വെച്ചാണ് ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിക്കുന്നത്. വടിവീശ്വരം. എവിടെയാണ്? വടിവീശ്വരം. സ്വാമി വിവേകാനന്ദൻ ചിന്മുദ്രയുടെ മാഹാത്മ്യത്തെ പറ്റി വിവരിച്ചു കൊടുത്തത് നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ്. വിവേകാനന്ദ പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ്. ചട്ടമ്പി സ്വാമി ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദനെ കുറിച്ചിട്ടാണ്. എന്താണ് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത്? സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് എന്നാണ്. തിരിച്ച് സ്വാമി വിവേകാനന്ദൻ എന്താണ് പറഞ്ഞത്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നാണ്. തിരുവനന്തപുരത്ത് കല്ല് വീട്ടിൽ വെച്ച് പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹമാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. അതുപോലെ അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനും ഇദ്ദേഹമാണ്. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പറഞ്ഞു. അതുപോലെ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞു. ഇനി ഇദ്ദേഹത്തിന്റെ കുറച്ച് വിശേഷണങ്ങൾ പറയാം. സർവ്വവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിനെ സർവ്വവിദ്യാധിരാജ എന്ന് പേര് വിളിച്ചത് ആരാണ്? എട്ടര യോഗമാണ്. ആരാണ്? എട്ടര യോഗം. ഷൺമുഖദാസൻ എന്ന് തൈക്കാടയ്യ സ്വാമികൾ അദ്ദേഹത്തെ വിളിച്ചു. ഷൺമുഖദാസൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചത് ആരാണ്? തൈക്കാടയ്യയാണ്. ഷൺമുഖദാസൻ. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകൾ അറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ്. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളും അറിയപ്പെടുന്നു. എന്തൊക്കെ പേരുകളാണ്? സർവ്വവിദ്യാധിരാജ, ഷൺമുഖദാസൻ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് എന്ന് ഓർത്തിരിക്കുക. ഇനിയുണ്ട് കാഷായം ധരിക്കാത്ത സന്യാസി. കാഷായം ധരിക്കാത്ത സന്യാസി ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളെ സദ്ഗുരു, പരിപൂർണ കലാനിധി, സർവജ്ഞനായ ഋഷി എന്നിങ്ങനെയൊക്കെ ശ്രീനാരായണ ഗുരുവും വിശേഷിപ്പിച്ചിട്ടുണ്ട്. സദ്ഗുരു, പരിപൂർണ കലാനിധി, സർവജ്ഞനായ ഋഷി. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? സർവ്വവിദ്യാധിരാജ എന്ന് എട്ടര യോഗം വിളിച്ചു. ഷൺമുഖദാസൻ എന്ന് തൈക്കാടയ്യ വിളിച്ചു. പിന്നെ ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ശ്രീനാരായണ ഗുരു എന്താണ് വിശേഷിപ്പിച്ചത്? സദ്ഗുരു, പരിപൂർണ കലാനിധി, സർവജ്ഞനായ ഋഷി എന്നിങ്ങനെയാണ്. അദ്ദേഹം ജനിച്ചത് 1853 ഓഗസ്റ്റ് 25 നമ്മൾ പറഞ്ഞു. ഈ ഓഗസ്റ്റ് 25 കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്തായിട്ട് ആചരിക്കുന്നത്? ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് ബോധേശ്വരൻ. ഈ ബോധേശ്വരൻ്റെ ഒരു കേരള ഗാനമുണ്ട്. അതേതാണ്? ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനം ആരുടേതാണ്? ബോധേശ്വരൻ്റേതാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് ബോധേശ്വരൻ. ഓഗസ്റ്റ് 25 എന്താണ്? ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട കൃതികൾ പറയാം. പ്രാചീന മലയാളം, ആദിഭാഷ, അദ്വൈത പഞ്ചരം, ക്രിസ്തുമത നിരൂപണം,
വേദാധികാര നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, മോക്ഷപ്രദീപഖണ്ഡനം, ആദിഭാഷ, അദ്വൈത ചിന്താ പദ്ധതി തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം, ക്രിസ്തുമത നിരൂപണം, വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, ആദിഭാഷ, അദ്വൈത ചിന്താ പദ്ധതി തുടങ്ങി കുറേ കൃതികളുണ്ട്. പ്രധാനപ്പെട്ടത് മാത്രമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൈതമുക്കിലാണ്. എവിടെയാണ്? കൈതമുക്കിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമി ആരാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീബോധാനന്ദ സ്വാമികളാണ്. ആരാണ്? ശ്രീബോധാനന്ദ സ്വാമികളാണ്. അപ്പൊ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഇനി കുറച്ച് പോയിന്റ്സ് നോക്കാം. ശ്രീനാരായണ ഗുരു 1856 ഓഗസ്റ്റ് 20 ഓഗസ്റ്റ് 20 തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലെ ആണ് അദ്ദേഹം ജനിക്കുന്നത്. ഇവിടെയാണ് 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് അദ്ദേഹം. നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗുരുദേവൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകനും ഇദ്ദേഹമാണ്. ശ്രീനാരായണ ഗുരു ജനിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിൽ ഭരിച്ചിരുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ നാണു ആശാൻ, ഗുരുദേവൻ, കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യകാല ഗുരു ആരാണെന്ന് ചോദിച്ചാൽ കണ്ണങ്കര മൂത്തപിള്ള ആശാനാണ്. ആരാണ്? കണ്ണങ്കര മൂത്തപിള്ള ആശാന്. ഇദ്ദേഹത്തെ ഹഠയോഗ വിദ്യ പഠിപ്പിച്ചത് ആരാണ്? അത് തൈക്കാടകയാണ്. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയാണ് പിള്ളത്തട ഗുഹ. ഈ മരുത്വാമല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കന്യാകുമാരിയിലാണ്. എവിടെയാണ്? കന്യാകുമാരിയിലാണ്. 1911 തിരുവിതാംകൂറിലെ ദേശീയ സന്യാസിയായി നിരോധിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിനെയാണ്. 1911 അദ്ദേഹത്തെ തിരുവിതാംകൂറിലെ ദേശീയ സന്യാസിയായിട്ടൊക്കെ അവരോധിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം അഥവാ SNDPയുടെ സ്ഥാപകനാണ് ശ്രീനാരായണ ഗുരു. 1903 മെയ് 15 SNDP സ്ഥാപിതമാകുന്നത്. എന്നാണ്? 1903 മെയ് 15 SNDP സ്ഥാപിതമാകുന്നത്. SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. ഇനി അതിന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പു. ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. ആദ്യ ഉപാധ്യക്ഷൻ പൽപ്പു ആണ്. ആദ്യ സെക്രട്ടറി ആരാണ്? കുമാരനാശാനാണ്. ഈ അരുവിപ്പുറത്തെ തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച ഒരു സമിതിയായിരുന്നു വാവൂട്ടി യോഗം. ഈ വാവൂട്ടി യോഗമാണ് SNDPയുടെ മുൻഗാമി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി SNDPയുടെ ആദ്യ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വിവേകോദയമാണ്. വിവേകോദയം ആരംഭിക്കുന്നത് 1904 1904 മെയ് 13 വിവേകോദയം ആരംഭിക്കുന്നത്. വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരനാശാനാണ്. വിവേകോദയം എന്ന ആ മുഖപത്രം ആരംഭിക്കുന്ന സമയത്തെ പത്രാധിപൻ M ഗോവിന്ദനായിരുന്നു. ആരാണ്? M ഗോവിന്ദനായിരുന്നു. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിലാണ് SNDPയുടെ ആദ്യ മുഖപത്രമായ വിവേകോദയം അറിയപ്പെടുന്നത്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് യോഗനാഥമാണ്. ഏതാണ്? യോഗനാഥമാണ്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ആദ്യ ക്ഷേത്രം നെയ്യാറ്റിൻകരയിലെ അരുവിപ്പുറം ക്ഷേത്രമാണ്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ആദ്യ ക്ഷേത്രം ഏതാണ്? അരുവിപ്പുറമാണ്. ഏതാണ്? അരുവിപ്പുറമാണ്. ഈ അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിലെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരന്ത്യേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിലാണ് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് വിളക്കമ്പലത്താണ്. നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് എവിടെയാണ്? വിളക്കമ്പലം. ഗുരു ഓം എന്നെഴുതിയ പഞ്ചലോഹ ഫലകം പ്രതിഷ്ഠിച്ചത് മുരുക്കുംപുഴയിലാണ്. എവിടെയാണ്? മുരുക്കുംപുഴയിലാണ്. നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? വിളക്കമ്പലത്താണ്. ഇനി ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ ഉള്ള സംഭാഷണത്തിന്റെ ദ്വിഭാഷി ആരാണെന്ന് ചോദിക്കും. ആരാണ്? കുമാരനാശാനായിരുന്നു. പക്ഷേ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിലെ ദ്വിഭാഷി അത് N കുമരനാണ്. അത് മാറിപ്പോവരുത്. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ളതിന് കുമാരനാശാനായിരുന്നു ദ്വിഭാഷി. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ആരായിരുന്നു? N കുമാരനായിരുന്നു ദ്വിഭാഷിയായിട്ട് ഉണ്ടായിരുന്നത്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ശ്രീലങ്കയാണ്. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിച്ച വർഷം ഏതാണ്? അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിക്കുന്നത് 2010 എന്നാണ്. 2010 അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിക്കുന്നതെന്നാണ്. 2010 ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാണ്? ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയതെന്നാണ്? 2002 ഓഗസ്റ്റ് 12 2002 ഓഗസ്റ്റ് 12 അയ്യങ്കാളിയോടുള്ള ആദരസൂചകമായിട്ട് തപാൽ വകുപ്പ്
തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് 2002 ഓഗസ്റ്റ് 12-നാണ്. അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിക്കുന്നത് 2010-ലുമാണ്. ഇനി നമുക്ക് അയ്യങ്കാളിയെ കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. അയ്യങ്കാളി ജനിക്കുന്നത് 1863 ഓഗസ്റ്റ് 28-നാണ്. 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിക്കുന്നത്. എന്നാണ് 1863 ഓഗസ്റ്റ് 28-ന് തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലെ പ്ലാവത്തറ വീട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലെ പ്ലാവത്തറ വീട്ടിൽ അയ്യങ്കാളി ജനിച്ചു. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നു. എന്തൊക്കെയാണ് ആധുനിക ദളിതരുടെ പിതാവ്? ആളിക്കത്തിയ തീപ്പൊരി എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെടുന്നത് അയ്യങ്കാളിയെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നു. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ SC വിഭാഗത്തിൽപ്പെട്ടയാളാണ് അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ SC വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. ചാലിയത്തെരുവ് ലഹള 1898 അതിന്റെ സൂത്രധാരനായിരുന്നത് അയ്യങ്കാളിയാണ്. അതുപോലെ 1912 നെടുമങ്ങാട് ചന്തകലാപത്തിന് നേതൃത്വം നൽകിയതും അയ്യങ്കാളിയാണ്. ഓർത്ത് വെക്കുക. ഇനി വില്ലുവണ്ടി സമരം 1893 എന്നാണ് വില്ലുവണ്ടി സമരം നടക്കുന്നത്. 1893-ലാണ്. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് വില്ലുവണ്ടി സമരം നടന്നത്. എന്തിനു വേണ്ടിയായിരുന്നു? പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. 1893 വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു. ഇനി സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകരും അയ്യങ്കാളിയാണ്. 1907-ലാണ് സാധുജന പരിപാലന സംഘം ആരംഭിക്കുന്നത്. 1907-ലാണ്. സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ആരംഭിക്കുന്നത്. അദ്ദേഹം ഇത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പ്രചോദനമായ സംഘടന SNDP ആണ്. ഏതാണ്? SNDP ആണ്. സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പിന്നീട് 1938 ആയപ്പോൾ പുലയ മഹാസഭ എന്നൊക്കെ ആക്കി പുനർനാമകരണം ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനിയാണ്. എന്താണ്? സാധുജന പരിപാലിനി എന്നാണ് സാധുജന പരിപാലന സംഘം ആരംഭിച്ചത്. 1907. വില്ലുവണ്ടി സമരം എന്നായിരുന്നു? 1893 ആയിരുന്നു. ഇനി 1915 രണ്ട് കാര്യങ്ങളുണ്ട്. 90-ാം ആണ്ട് ലഹളയും കല്ലുമാല സമരവും. ഇത് രണ്ടിനും നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. തിരുവനന്തപുരത്തെ ഊരൂട്ടമ്പലം ഗ്രാമത്തിലെ അയ്യങ്കാളി പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുചെന്നപ്പോൾ സവർണജാതിക്കാരെല്ലാവരും കൂടി സ്കൂളിന് തീയിട്ടു. അതിനെ തുടർന്ന് നശിപ്പിച്ചുകൊണ്ട് തുടർന്നുണ്ടായ ഒരു പ്രക്ഷോഭമാണ് 90-ാം ആണ്ട് ലഹള അഥവാ ഊരൂട്ടമ്പലം ലഹള അഥവാ പുലയ ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത്. 1915. ഈ 3 പേരിൽ അറിയപ്പെടുന്ന ഒറ്റൊരു സംഭവമാണ് 90-ാം ആണ്ട് ലഹള, ഊരൂട്ടമ്പലം ലഹള, പുലയ ലഹള. ഇനി കല്ലുമാല സമരം നടക്കുന്നതും 1915-ലാണ്. അത് പിന്നാക്ക ജാതിയിൽപ്പെട്ടവർക്ക് വസ്ത്രം അല്ലെങ്കിൽ ആഭരണധാരണത്തിനായിട്ട് സംഘടിപ്പിച്ച കല്ലുമാല പ്രക്ഷോഭമാണ്. അത് 1915 കൊല്ലം പെരിനാട് എന്ന സ്ഥലത്താണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പെരിനാട് ലഹള എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം, വെങ്ങാനൂര് ചിത്രകൂടം എന്ന് പറയുന്ന സ്ഥലത്താണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയുടെ പ്രതിമയുടെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ ഇസ്രാ ഡേവിഡ് ആണ്. അപ്പോൾ അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം, വെങ്ങാനൂര്. അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. പ്രതിമയുടെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ ഇസ്രാ ഡേവിഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ അയ്യങ്കാളിനെ കുറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനി അടുത്ത ചോദ്യങ്ങളിലേക്ക് പറയാം. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള നവോത്ഥാന നായകനാരാണ്? നമ്മൾ നേരത്തെ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞ പോയിന്റാണ്. ആ ഉത്തരം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം എവിടെയാണ്? വടിവീശ്വരമാണ്. എവിടെയാണ്? വടിവീശ്വരമാണ്. വാഗ്ഭടാനന്ദൻ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചത് എവിടെയാണ്? വാഗ്ഭടാനന്ദൻ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിക്കുന്നത് കല്ലായിയിലാണ്. എവിടെയാണ്? കല്ലായിയിലാണ് വാഗ്ഭടാനന്ദൻ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് എന്ന സ്ഥലത്ത് വാഗ്ഭടാനന്ദൻ ആരംഭിച്ച സംസ്കൃത വിദ്യാലയം ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് എന്ന സ്ഥലത്ത് വാഗ്ഭടാനന്ദൻ ആരംഭിച്ച സംസ്കൃത വിദ്യാലയം ഏതാണ്? തത്വപ്രകാശികയാണ്. ഏതാണ്? തത്വപ്രകാശിക. നമുക്ക് വാഗ്ഭടാനന്ദനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം. 1885 ഏപ്രിൽ 27-ന് കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിലെ വയലേരി വീട്ടിലാണ് വാഗ്ഭടാനന്ദൻ ജനിക്കുന്നത്. എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിലെ വയലേരി വീട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നാണ്. എന്താണ്? കുഞ്ഞിക്കണ്ണൻ. യഥാർത്ഥ നാമം VK ഗുരുക്കൾ എന്നാണ്. അപ്പോൾ വാഗ്ഭടാനന്ദൻ 1885 ഏപ്രിൽ 27-ന് കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിലെ വയലേരി വീട്ടിലാണ് ജനിക്കുന്നത്. യഥാർത്ഥ നാമം എന്താണ്? VK ഗുരുക്കളാണ്. ബാല്യകാല നാമം എന്താണ്? കുഞ്ഞിക്കണ്ണൻ. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അദ്ദേഹം. കർഷക തൊഴിലാളികളെയും മിത്രം എന്നറിയപ്പെടുന്നു. വാഗ്ഭടാനന്ദ എന്ന പേര് അദ്ദേഹത്തിന് നൽകിയത് അദ്ദേഹത്തിൻ്റെ ഗുരുവാണ്. ആരായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നാണ് വാഗ്ഭടാനന്ദനെ അറിയപ്പെടുന്നത്. എന്താണ്? മലബാറിലെ ശ്രീനാരായണ ഗുരു. ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും ഇദ്ദേഹമാണ്. ബാലഗുരു എന്നറിയപ്പെടുന്നു. വാഗ്ഭടാനന്ദൻ പരിഷ്കരണ രംഗത്ത് മാതൃകയാക്കിയത് രാജാറാം മോഹൻ റോയിയെ ആയിരുന്നു. അദ്ദേഹത്തിന് പരിഷ്കരണ രംഗത്ത് ആരെയാണ് മാതൃകയാക്കിയിരുന്നത്? രാജാറാം മോഹൻ റോയിയെ. വാഗ്ഭടാനന്ദൻ വിശ്വസിച്ചിരുന്ന ദർശനം അദ്വൈത ദർശനമാണ്. അദ്വൈത ദർശനം വിശ്വസിച്ചിരുന്ന ആളാണ്
ആര്? വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. 1911 രാജയോഗാനന്ദ കൗമുദി യോഗശാല കോഴിക്കോട് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. അതുപോലെ തത്വപ്രകാശിക ആശ്രമം സ്ഥാപിക്കുന്നത് വാഗ്ഭടാനന്ദനാണ്. 1917 അദ്ദേഹം സ്ഥാപിച്ചതാണ് ആത്മവിദ്യാസംഘം. അതെന്തിനു വേണ്ടിയായിരുന്നു? അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം 1917 ആത്മവിദ്യാസംഘം ആരംഭിക്കുന്നത്. എന്താണ് ആത്മവിദ്യാസംഘം? ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമായിരുന്നത് അഭിനവ കേരളമാണ്. എന്താണ് അഭിനവ കേരളം? അഭിനവ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതും വാഗ്ഭടാനന്ദൻ തന്നെയാണ്. ആത്മവിദ്യാസംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ കാരക്കാട് വെച്ചാണ്. എവിടെയാണ്? കാരക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. കോഴിക്കോട് വെച്ച് പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദൻ. പ്രീതി വിവാഹം നടത്തിയ നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാലും അതും വാഗ്ഭടാനന്ദൻ തന്നെയാണ്. അപ്പോൾ പ്രീതിഭോജനം സംഘടിപ്പിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ്. ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിക്കണം, എഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ എന്ന് പറയുന്ന ഉദ്ധരണി ആരുടേതാണെന്ന് ചോദിച്ചാൽ വാഗ്ഭടാനന്ദൻ്റെതാണ്. യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് അദ്ദേഹമാണ്. ആരാണ്? യജമാനൻ എന്ന മാസിക ആരംഭിച്ചതും ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കൃതികൾ പറയാം: ആത്മവിദ്യാലേഖമാല, അധ്യാത്മയുദ്ധം, പ്രാർത്ഥനാഞ്ജലി, മംഗള ശ്ലോകങ്ങൾ, പ്രാർത്ഥനാ മഞ്ജരി, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും. ഏതൊക്കെയാണ്? ആത്മവിദ്യാലേഖമാല, അധ്യാത്മയുദ്ധം, ഈശ്വര വിചാരം, പ്രാർത്ഥനാഞ്ജലി, മംഗള ശ്ലോകങ്ങൾ, പ്രാർത്ഥനാ മഞ്ജരി, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും. പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം എന്നാണ്? 1928 സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. അപ്പോൾ ആദ്യം നമുക്ക് സഹോദരൻ അയ്യപ്പനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറയാം. 1889 ഓഗസ്റ്റ് 21 എറണാകുളം ജില്ലയിലെ ചേറായിലാണ് അദ്ദേഹം ജനിക്കുന്നത്. എവിടെയാണ്? ചേറായി, എറണാകുളം ജില്ലയിലെ ചേറായി. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെട്ടിരുന്നത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ്റെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഏതാണ് വർഷം? 1928. സഹോദരൻ അയ്യപ്പൻ്റെ ആദ്യകാല രാഷ്ട്രീയ പാർട്ടിയുടെ പേര് നാഷണലിസ്റ്റ് പാർട്ടി എന്നാണ്. എന്താണ്? നാഷണലിസ്റ്റ് പാർട്ടി. സഹോദരൻ അയ്യപ്പനെ 1938 ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. അതിൻ്റെ പേര് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ്. എന്താണ്? സോഷ്യലിസ്റ്റ് പാർട്ടി. കർമ്മത്താൽ ചണ്ടാലൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് ഇപ്രകാരം അഭിപ്രായപ്പെട്ടതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തതും അദ്ദേഹമാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, എല്ലാം വേണ്ട എന്ന് പറഞ്ഞതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന് പറഞ്ഞതാരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ്. ഇത് മൂന്ന് മാറിപ്പോകാതെ ഓർത്ത് വയ്ക്കുക. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരു. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന് എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ്. 1917 അദ്ദേഹം മിശ്രവിവാഹവും മിശ്രഭോജനവും വഴി ജാതി നശീകരണം എന്ന ലക്ഷ്യത്തോടുകൂടി സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് സഹോദര സംഘം എന്ന് പറയുന്നത്. സഹോദര സംഘത്തിന്റെ മുഖപത്രം സഹോദരൻ എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായിരുന്ന ഒരു പ്രസിദ്ധീകരണമാണ് യുക്തിവാദി എന്ന് പറയുന്നത്. യുക്തിവാദി മാസിക ആരംഭിക്കുന്നത് 1928. ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഇനി നമുക്ക് പണ്ഡിറ്റ് കറുപ്പനെ കുറച്ച് പോയിന്റ്സ് നോക്കാം. പണ്ഡിറ്റ് കറുപ്പനെ എറണാകുളം ജില്ലയിൽ തന്നെ ജനിച്ചത്. ചേറായിലാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചെങ്കിൽ ചേരാനെല്ലൂരിലാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് സാഹിത്യ കുടീരം എന്നാണ്. സാഹിത്യ കുടീരം. കവി തിലകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. കവി തിലകൻ എന്നറിയപ്പെടുന്നു. കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നൽകിയിരുന്നതൊക്കെ മംഗലപ്പിള്ളി കൃഷ്ണനാശാനാണ്. ആരാണ്? മംഗലപ്പിള്ളി കൃഷ്ണനാശാൻ. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നു. 1913 അദ്ദേഹം കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചു. 1913 കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിക്കുകയുണ്ടായി. 1922 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചു. അഖില കേരള അരയ മഹാസഭ 1922 അദ്ദേഹം സ്ഥാപിച്ചു. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിലുന്ന എവിടെയാണ്? ചേറായിലാണ്. ഈ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്നും പറയാം. കവി തിലകൻ എന്നറിയപ്പെടുന്നു. സാഹിത്യ കുടീരം എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര്. ചേരാനെല്ലൂരാണ് അദ്ദേഹം ജനിച്ചത്. കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ. കൊച്ചിൻ പുലയ മഹാസഭ 1913 സ്ഥാപിച്ചു. അതിന് നേതൃത്വം നൽകി. 1922 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചതും അദ്ദേഹമാണ്. ജാതി കുമ്മി, ഉർവശി, സമാധി സപ്താഹം, ശാകുന്തളം വഞ്ചിപ്പാട്ട്, ജീവചരിതം, ലളിതോപഹാരം, കൈരളി കൗതുകം, പാവങ്ങളുടെ പാട്ട് തുടങ്ങി നിരവധി കൃതികളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ജാതിക്കുമ്മി, സമാധി സപ്താഹം, ബാലോദ്യാനം, ചിത്രലേഖ, ഉർവശി, ജീവചരിതം, ലളിതോപഹാരം, കേരളത്തിൻ്റെ സാമുദായിക ഗാനങ്ങൾ, രാജരാജപർവം, പാവങ്ങളുടെ പാട്ട്, ആചാരഭൂഷണം തുടങ്ങി നിരവധിയുണ്ട്. പ്രധാനപ്പെട്ടതാണ് പറഞ്ഞിട്ടുള്ളത്.
ഇനി പണ്ഡിറ്റ് കറുപ്പന് കവിതിലകം എന്ന് അറിയപ്പെടുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ ആരാണ് അദ്ദേഹത്തിന് ആ ഒരു വിശേഷണം നൽകിയതെന്ന് ചോദിച്ചാൽ കൊച്ചി മഹാരാജാവാണ് കേട്ടോ. കൊച്ചി മഹാരാജാവാണ് അദ്ദേഹത്തിന് കവിതിലകം എന്ന് പറയുന്ന ഒരു പട്ടം കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? തങ്കപ്പൻ പൂയപ്പള്ളിയാണ്. തങ്കപ്പൻ പൂയപ്പള്ളിയാണ് പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന പുസ്തകം രചിക്കുന്നത് തങ്കപ്പൻ പൂയപ്പള്ളി. പണ്ഡിറ്റ് കറുപ്പൻ എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വിദ്യാനന്ദനാണ്. പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന പുസ്തകം രചിക്കുന്നത് ഗോപിനാഥ് പനങ്ങാടാണ്. ഗോപിനാഥ് പനങ്ങാട്. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന് പറയുന്നത് തങ്കപ്പൻ പൂയപ്പള്ളി, പണ്ഡിറ്റ് കറുപ്പൻ വിദ്യാനന്ദൻ, പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും ഗോപിനാഥ് പനങ്ങാട്. ഇനി യാചനായാത്ര നടന്ന വർഷം എന്നാണ്. യാചനായാത്ര നടത്തിയതാരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. യാചനായാത്ര നടന്ന വർഷം ഏതാണ്? 1931 ഏപ്രിൽ 26. 1931 ഏപ്രിൽ 26 യാചനായാത്ര നടക്കുന്നത്. ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ. വി.ടി. ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വി.ടി. ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീകൃഷ്ണപുരത്താണ്. ഇനി വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആദ്യ കഥാസമാഹാരം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആദ്യ കഥാസമാഹാരം രജനീരംഗമാണ്. രജനീരംഗം. അഹമ്മദാബാദിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വി.ടി. പങ്കെടുത്തത് ഏത് വർഷമായിരുന്നു? 1921 എന്നാണ്. 1921. കുടുംബ മുറിക്കൽ, പരിവേദന, മിശ്രഭോജനം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ വി.ടി. ഭട്ടതിരിപ്പാടാണ്. ഇത്രയും പോയിന്റ്സ് നോക്കി വയ്ക്കുക. സമയം ഏറുന്നുണ്ട്, അരമണിക്കൂറോളമായി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുക. അപ്പോൾ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നവോത്ഥാന നായകന്മാരുടെ ഒരുപാട് പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒന്ന് റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. എക്സാമിന് ലാബസ്റ്റിൻ്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ എക്സാമിന് മുമ്പ് ഒന്ന് റിപ്പീറ്റ് അടിച്ച് കേട്ടാൽ പ്രധാനപ്പെട്ട കുറേ പോയിന്റ്സ് ഇതിൽ നിന്ന് കിട്ടും.